തിരുവനന്തപുരം വെള്ളയമ്പലം ജല അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബി.ജെ.പി. കൗൺസിലർമാർ. തലസ്ഥാനത്ത് കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കേണ്ടത് നഗരസഭയാണെന്ന് കൗൺസിൽ യോഗത്തിനിടെ പ്രതിപക്ഷമായ LDF കൗൺസിലർമാർ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധമുണ്ടായത്. തലസ്ഥാനത്തെ വിവിധ വാർഡുകളിൽ 2.5 മാസത്തിലധികമായി രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. പലവട്ടം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ബി.ജെ.പി. കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ബിനു ഫ്രാൻസിസിന്റെ ഔദ്യോഗിക മുറിയിൽ പ്രതിഷേധവുമായി കൗൺസിലർമാരെത്തിയെങ്കിലും ഉദ്യോഗസ്ഥന് പകരം ഒഴിഞ്ഞ കസേരയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പ്രതിഷേധത്തിൽ നിന്ന് കൗൺസിലർമാർ പിന്മാറില്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയിലെ മറ്റുദ്യോഗസ്ഥരാണ് ബി.ജെ.പി. കൗൺസിലർമാരുമായി ചർച്ച നടത്തിയത്. പഴയ കൗൺസിലർ പറയാനായിട്ട് വീടുകൾ സന്ദർശിക്കും. നമ്മൾ ചെന്ന് പറഞ്ഞ് ഒരാഴ്ച പറഞ്ഞാലും വീടുകൾ ഈ ഉള്ളതുകൊണ്ടാണ് എല്ലാ കാര്യവും ഈ രണ്ടാണ് നമ്മൾ പറയുന്നത്. ഫോൺ വിളിച്ച ഫോൺ എടുക്കില്ല. ഉദ്യോഗസ്ഥർ ന്യായീകരണങ്ങൾ നിരത്തിയെങ്കിലും കൗൺസിലർമാർ വിമർശനം ഉന്നയിച്ചതോടെ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുകയും കൗൺസിലർമാരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തു. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കെന്ന LDF പാർലമെന്ററി പാർട്ടി ആഹ്വാനം കൗൺസിലിലേക്ക് ഉന്നയിച്ചതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം. ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഈ ഭരണകൂടം അത് ചെയ്യുക തന്നെ ചെയ്യും. ഒരാഴ്ചയ്ക്കകം നടപടി സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതോടുകൂടിയാണ് പ്രതിഷേധ സമരം അവസാനിച്ചത്. അതേസമയം നഗരസഭയിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണം നഗരസഭയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം LDF കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധ സമരം നടത്തിയത്. ജനം, തിരുവനന്തപുരം.